Welcome to India's first animated live tuition. Hi everyone. Hi my dear students. Hi Adidev. Hi Muhammad. Muhammad? Knife. Oh, variety പേര് തന്നെ. Hi Minna. കുറേ വെറൈറ്റി പേരും കൊണ്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് വായിച്ചു സർ. ആദിദേവ്. ഈസി. Knife. മുഹമ്മദ് സ്പെല്ലിംഗ് എന്താ? Knife. NAYIF. നൈഫ്. ഓക്കെ. ഫിദ. മിന്നു. Animi Alif. അനിമി അലീഫ്. ഈശ്വര, എനിക്കില്ലല്ലോ ഇത്ര വെറൈറ്റി പേര്. ആഷിക. ഈശ്വര. ഇന്ന് ഞാൻ മക്കളെ എന്ന് നീട്ടി വിളിക്കുക എല്ലാവരും കേട്ടോ. എല്ലാവരുടെയും പേര് നല്ല വെറൈറ്റി പേരുകളാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു 90+ ഫാമിലി. ഓക്കെ, വെൽക്കം ടു 90+ ക്ലാസ്സസ്. ഇന്ന് ബേസിക് സയൻസിന്റെ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ മിസ്സിന് ആദ്യം പറയാനുള്ളത് എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ വേഗം. ആകെ എന്റെ ആദിദേവ് മാത്രമുണ്ട് ക്യാമറ ഓൺ ചെയ്ത് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നേ. ബാക്കി എല്ലാവരും അവിടെ ക്യാമറ ഓഫ് ചെയ്ത്, എന്താ ക്യാമറ ഓഫ് ചെയ്തിരുന്നൂടാ? ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്ത് വേണം ഇരിക്കാൻ. എവ്രിവൺ ടേൺ ഓൺ യുവർ ക്യാമറ. ആൻഡ് ഫോൺ ഇങ്ങനെ വെക്കണം. ആദിദേവ് കുട്ടൻ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഫോൺ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. ഫോൺ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് ഒരു ടേബിളിലൊക്കെ ഒന്ന് ഫോൺ ചാരി വെച്ച് ഒരു സ്ഥലത്ത് ഇരുന്നേ. അപ്പൊ നല്ല രീതിയിൽ നോട്ടൊക്കെ എഴുതാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ ഓരോരുത്തര് ലേറ്റ് ആയി വരുന്നുണ്ട്. ജോസ് വിൻ അല്ലെ? റൈറ്റ് സൈഡില് ടോപ്പിലാ ജോസ്വിൻ. ഹായ് ജോസ്വിൻ. ഞെട്ടി. ഈശ്വര, എന്നെ അല്ലേ വിളിക്കുന്നത്? അതെ. ക്യാമറ ഓൺ ചെയ്തിരിക്കണം. മുഹമ്മദ് നൈഫിനെ കാണുന്നുണ്ട്, അനിമി കാണുന്നുണ്ട്, ബഷീർ കുട്ടനെ കാണുന്നുണ്ട്, മിന്നുനെ കാണുന്നില്ല. ക്യാമറ ഓൺ ചെയ്യണം. ഓക്കെ, ഐഷ വന്നിട്ടുണ്ട്, അഷിക വന്നിട്ടുണ്ട്. ഓക്കെ, സോ മിസ്സിന്റെ പേര് പറഞ്ഞുതരാം. മൈ നെയിം ഇസ് ശ്വേത. എവരിവൺ, അതാണ് ഫസ്റ്റ് ടാസ്ക്, അത് പഠിക്കണം. ഓക്കെ, എന്താ മിസ്സിന്റെ പേര്? മിസ്സിന്റെ പേരെന്താ? ശ്വേത. ഓക്കെ, സിജോൺ അല്ലേ? സിജോൺ. ക്യാമറ ഓൺ ചെയ്തേ കുട്ടാ. സോ മിസ് അധികം സമയം കളയുന്നില്ല. എല്ലാവരും മിസ്സിനെ ഒന്ന് നോക്കി. മിസ്സിന് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഫ്രണ്ടിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? എത്ര പേര് എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കട്ടെ മിസ്. എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അടച്ചോളൂ കേട്ടോ. വേഗം ടെക്സ്റ്റ് ബുക്ക് അടച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചോ. ഈ ക്ലാസ് എന്തിനാന്ന് വെച്ചാല് എങ്ങനെയാണ് 90+ലെ ക്ലാസ്സുകൾ പോകുന്നത്, ഓൺലൈൻ ക്ലാസ്സുകൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ, സെറ്റ് ആണോ, ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടോ, ക്ലാസ് എല്ലാം മനസ്സിലാവുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്കും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു കറക്റ്റ് ഓർഡറിൽ ഒരു പോർഷൻ കൊണ്ടല്ല മിസ് വന്നിട്ടുള്ളത്. കേട്ടോ? മിസ് ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എത്രയാണെന്നൊന്നും ചോദിക്കണ്ടാന്ന്. ക്ലിയർ? മുഹമ്മദ് നൈഫ് ക്ലിയർ? ബഷീർ, ഹാദിനെ ഞാൻ ബഷീർ എന്നാ വിളിക്കുന്നത്. ഹാദി ഇങ്ങനെ മിസ്സേ, എന്റെ പേര് ഹാദി എന്നാ. ഓക്കെ, ഹാദി ടെക്സ്റ്റ് ബുക്ക് അടച്ചോട്ടോ കേട്ടോ. ഓക്കെ, സോ എല്ലാരും ടെക്സ്റ്റ് ബുക്ക് അടച്ച് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ക്ലാസ് എങ്ങനെയുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ടീച്ചേഴ്സിനെയൊക്കെ നോക്കുക. ടീച്ചേഴ്സിന്റെ ക്ലാസ് നോക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സസ് ഒക്കെ ഓക്കെ ആണെന്ന്. ക്ലിയർ എവരിവൺ? തംസ് അപ്പ്. ഷോ മീ എ തംസ് അപ്പ് ടു ദി ക്യാമറ ഇഫ് എവരിതിങ് ഈസ് ഓക്കെ. Come on Josvin is very happy from the beginning itself. Ma'am, I'm excited. എനിക്ക് ഓഫ്ലൈൻ ട്യൂഷന് പോകണ്ടല്ലോ. സുഖമായിട്ട് വീട്ടിലിരുന്ന് സൈഡിൽ സ്നാക്ക് ഒക്കെ കഴിച്ച് അതൊന്നും വേണ്ട കേട്ടോ, ഇടയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, എനിവേസ് മിസ് മുന്നോട്ട് പോകാൻ സമയം കളയുന്നില്ല. സോ എവ്രിവൺ വെൽക്കം ടു 90+ ക്ലാസ്സസ്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഹാൻഡ് റേസ് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ഇടാം. സീരിയസ് ഇഷ്യൂസിന് മാത്രം ഹാൻഡ് റേസ് ചെയ്യുക, ബാക്കി ചാറ്റിൽ ചോദിക്കുക. എനിക്കൊരു ഗുഡ് ഈവനിങ് പോലും ഇല്ല അല്ലെ? ഒരു ടീച്ചറായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കണ്ടിട്ട് ഏതോ ഒരു ഫ്രണ്ട് പോലെ ഉണ്ടല്ലോ, അങ്ങനെയാണോ? അത്ര യങ് ആണോ ഞാൻ? ഒരു ഗുഡ് ഈവനിങ് ഇടും ചാറ്റ് ബോക്സിൽ. എന്തിനാന്നറിയോ? മിസ്സിന് അത്ര ആഗ്രഹം ഉണ്ടായിട്ടില്ല നിങ്ങൾ ചാറ്റ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടാ. മിസ് നോക്കട്ടെ, എല്ലാരും ഗുഡ് ഈവനിങ് ഇട്ടേ ചാറ്റ് ബോക്സില്. സിജോ, അതായിരുന്നു സർ? ഷിനോജ്, ഹാദി, സിജോൺ. ഈശ്വരോ, മിസ്സിന് കണ്ണ് കാണാത്തൊരു ടീച്ചറെ ആണോ 90+ൽ ഇവിടെ ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചേക്കുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. രണ്ട് സൈഡിലും 2 ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് അടിച്ചിട്ട് കുഞ്ഞു പേര് കാണുന്നില്ല, നിങ്ങളുടെ മുഖമാണ് മിസ്സിന് വലുതായിട്ട് കാണുന്നത്, അതുകൊണ്ടാ കേട്ടോ.
ഹാദിക്ക് ഡൗട്ടായി, മിസ്സിന് ഇനി കണ്ണ് കാണുന്നില്ലേ? കാണുന്നുണ്ട് കേട്ടോ ഹാദി. ഓക്കെ ഓക്കെ. സോ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരോട് ക്യാമറ ഓൺ ചെയ്യൂ, വേഗം വേഗം വേഗം. 5 മിനിറ്റ് സംസാരിക്കാതെ മിസ് ക്ലാസ് ഒന്നും എടുക്കൂല. 5 മിനിറ്റ് നമ്മൾ എന്തായാലും സംസാരിക്കണം അല്ലെ? നേരെ പോയി ക്ലാസ് എടുത്താ എല്ലാവർക്കും ഇഷ്ടാണോ? ഞാൻ ഒരാളെ കാണിച്ചു തരാട്ടാ. ഇപ്പൊ നിങ്ങക്ക് പരസ്പരം ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ജോസ്വിനെ കാണിച്ചു തരാം. വന്നപ്പോ മുതൽ ഈ ഇരിപ്പ ജോസ്വിൻ ദേ ഇരിക്കുന്ന കേട്ടാ. ഇനി ഞാൻ ഹാദിനെ കാണിച്ചു തരാമേ. ഈ മിസ് എന്നെ വന്നപ്പോ തന്നെ പേര് തെറ്റി വിളിച്ചു അല്ലേ ഹാദി? ഇനി വേറൊരാളെ കാണിച്ചു തരാട്ടാ, ആദിദേവ്. അധികം ചിരിച്ചാ മിസ് ചോദ്യം ചോദിക്കോ? കുറച്ച് ചിരിച്ചാ മതിയോ? ആദിദേവ് ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കേ. എല്ലാരും ഗുഡ് ഈവനിങ് അയക്കുന്നുണ്ട്. താങ്ക് യു അഫ്ന, ജോസ്വിൻ, അനീമി, ആഷിക, ഹാദി, എവരിവൺ താങ്ക് യു സോ മച്ച്. ഫോൺ ഇങ്ങനെ വെച്ചാൽ മിസ്സിനെ ഫുൾ സ്ക്രീനിൽ കാണാം. മിസ്സിനെയും നമ്മുടെ പോയിന്റ്സ് ഒക്കെ ഫുൾ സ്ക്രീനിൽ കാണാം. ഓക്കെ എവരിവൺ. കുറച്ചുപേര് ക്യാമറ ഓഫ് ആയതുകൊണ്ട് മിസ്സിന് കാണുന്നില്ല എക്സ്പ്രഷൻ കേട്ടോ. അപ്പൊ എല്ലാരും ജോസ്വിനെ പോലെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഇരിക്കണം മിസ്സിന്റെ ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ. ജോസ്വിനെ ലാസ്റ്റ് തമാശകൾ മാത്രം ആവരുത് കേട്ടോ. ശരി, ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇന്നത്തെ ടോപ്പിക് ഏതായിരിക്കും എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായിരിക്കും ഇന്നത്തെ ടോപ്പിക്? ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇരുട്ടി ഡാർക്ക്നെസ്സിനെ കുറിച്ചാണോ ഒന്ന് പഠിക്കാൻ പോകുന്നത്? ആർ വി ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഡാർക്ക്നെസ്? കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു? ചാറ്റിലിട്ടോ ഉത്തരങ്ങള്. തംസ് അപ്പ് കാണിക്കൂ. ഡാർക്ക്നെസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. തംസ് അപ്പ് കാണിച്ചേ എവരിവൺ, ഓർ തംസ് ഡൗൺ. ഹാദി, അഷിക, ജോസ്വിൻ, അനീമി, ഹാദി, എവരിവൺ, മിന്നു. നോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ്. എല്ലാരും എഴുതിക്കേ. മോഷൻ ആൻഡ് ഫോഴ്സ് എന്താണ് അഫ്ന കുട്ടി? മിസ് പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടോപ്പിക് ഇപ്പോഴേ ഓർഡറിലുള്ള ടോപ്പിക് എക്സ്പെക്ട് ചെയ്യണ്ട. നമ്മൾ ഇന്ന് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കണം എന്ത് എനിക്ക് പറ്റുന്നുണ്ടോ, ഈ ഓൺലൈൻ ക്ലാസ് എനിക്ക് ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ ടീച്ചേഴ്സ് പറയുന്നത്. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ടെക്സ്റ്റിൽ ഒരു ടോപ്പിക് ആയിരിക്കില്ല. ലേറ്റ് ആയി വന്നവരോടാണ്. നോട്ട്ബുക്ക് വേണം, ഒന്നെടുത്തേ. എടാ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സസ് കേട്ടോ. അതിലൊരു സംശയവും വേണ്ട. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സസ് തന്നെ കിട്ടും. അതേ ടോപ്പിക്, അതേ ചാപ്റ്റർ. ഓക്കെ. സോ ഈ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പഠിക്കും. നല്ലപോലെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. പക്ഷെ ഇന്ന് നോട്ട്ബുക്ക് മാത്രം എടുത്തോ. നോട്ട്ബുക്കിലൊന്നും എഴുതും. നമുക്ക് ഈ ടോപ്പിക് പഠിക്കണമെങ്കിൽ നല്ലപോലെ വരച്ച് എഴുതി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ലൈറ്റ്, ദ ടോപ്പിക് ഈസ് ഓൾ അബൌട്ട് ലൈറ്റ്. എഴുതിയോ? എഴുതി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കരുത്. ജസ്റ്റ് വേവ് ചെയ്ത് കാണിക്കണം മിസ്സിനെ. ടാറ്റ മിസ്സിനല്ല, മിസ്സേ കഴിഞ്ഞു സ്ലൈഡ് മാറ്റിക്കോ. എങ്ങനെയാ വേവ് ചെയ്യുന്നത്? വേഗം എവരിവൺ. അഫ്ന ഈസ് ഡാൻസിങ് ഓവർ ദേർ. എന്തായാലും അഫ്ന. ഓക്കെ. ജോസ്വിൻ, ഐ ക്യാൻ സീ ദാറ്റ്. കൂടെ ഇരിക്കുന്ന ആരാ? ജോസ്വിൻ. ഒരു കമന്റ് ഇടൂ ചാറ്റില്. മോനെ എല്ലാരും ഫോൺ ഇങ്ങനെ വെച്ചേ. അഫ്ന കുട്ടി ഇങ്ങനെ വെച്ചേ. മിസ്സിന്റെ ഫുൾ സ്ക്രീനിൽ കാണാം. ഇങ്ങനെ വെക്കും. ഹാദി ഓൾസോ കേട്ടോ. ക്യാമറ ഓൺ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാരും ആ വീഡിയോ ഐക്കണിൽ ഒന്ന് തൊടും. അപ്പൊ ക്യാമറ ഓൺ ആവും കേട്ടോ. വീഡിയോ ഐക്കണിൽ തൊടും. ആരോൺ നേരം വൈകി. കൃഷ്ണകുട്ടി നേരം വൈകി ഐ ഗസ്. യെസ്. ഓ, ജോസ്വിന്റെ ചേച്ചിയാണ് അടുത്തിരുന്ന് എൻജോയ് ചെയ്യുന്നത്. ചേച്ചി എത്രാം ക്ലാസ്സിലാ? ജോസ്വിനെ ഞാൻ ട്രോളെന്ന് കണ്ടിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ശരി. സോ ലൈറ്റ് ആണ് നമ്മുടെ ടോപ്പിക്. ക്ലിയർ എവരിവൺ? ക്ലിയർ? ഓക്കെ ജോസ്വിൻ, ഗോട്ട് ഇറ്റ്. അപ്പൊ മിസ് മുന്നോട്ട് പോവാട്ടോ. എല്ലാരും എഴുതിയല്ലോ? ലൈറ്റ് എന്ന് എഴുതിയല്ലോ? ഓൾ ഡൺ. ലൈറ്റിനെ കുറിച്ച് പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിൽ ഇന്ന് മിസ് ഇഷ്ടാക്കി തരാം കേട്ടോ. മിസ്സിന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വാട്ട് മേക്സ് തിങ്സ് വിസിബിൾ? നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, ഇതൊന്നും എഴുതണ്ട. മിസ് പറയുന്നത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. വാട്ട് മേക്ക് തിങ്സ് വിസിബിൾ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? കുസൃതി ചോദ്യമല്ല കേട്ടോ, സീരിയസ് ചോദ്യമാണ്. എങ്ങനെയാണ് നമുക്ക് തിങ്സിനെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ വിസിബിൾ ആക്കി തരുന്നത്? വാട്ട് മേക്സ് തിങ്സ് വിസിബിൾ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? മുഹമ്മദ് നൈഫ് എന്തായിരിക്കും ഉത്തരം? മിന്നു, ഫാത്തിമ, കൃഷ്ണ, ആരൺ, എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. വേഗം. എന്തായിരിക്കും ഉത്തരം? ചാറ്റ് ബോക്സിൽ ഇടണ. ഒരാളെ വിളിച്ചോ സർ? നമ്മുടെ മുഹമ്മദ് നൈഫിനെ ഒന്ന് വിളിച്ചേ. നൈഫിന്റെ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരണോ? വേണോ നൈഫേ? മുഹമ്മദ് നൈഫ് അൺമ്യൂട്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുക എപ്പോഴാന്നറിയോ? മിസ് റിക്വസ്റ്റ് തരുമ്പോ കേട്ടാ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ തരും മിസ്. ആദിദേവ്. ഓക്കെ ജോസ്വിൻ, ഗോട്ട് ഇറ്റ്. നമ്മുടെ നൈഫിനെ വിളിക്കൂ. ആദിദേവ് കുട്ട ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരുന്ന കൈ കാണിക്കൂലേ? വെച്ചിട്ടാ ഉള്ളത് ഒരു സ്ഥലത്ത് ആണോ?
എനിവേസ് മിസ് വരാട്ടോ. ആ നൈഫേ അൺമ്യൂട്ട് അൺമ്യൂട്ട്. സമയം കളയില്ല, വേഗം വേഗം. സ്പീഡ്. ഹായ് നൈഫ്. പേരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നേ? മുഹമ്മദ്. ആ എടാ നീ ഒരു ആ പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് റിക്വസ്റ്റ് തരേണ്ടി വരും കേട്ടോ. റിക്വസ്റ്റ് ഒന്നുകൂടെ കൊടുക്കും. ആ ഇനി മ്യൂട്ട് ചെയ്യരുത് മിസ് പറയുന്നത്. എങ്ങനെയാ പേര് പറയുന്ന മോന്റെ? മുഹമ്മദ് നൈഫ്. എന്താണ് സാർ വന്നപ്പോ മുതലേ കൊച്ചിനെ നൈഫേ എന്ന് വിളിച്ചിട്ടില്ലേ? മുഹമ്മദ് നൈഫ് അല്ലേ കുട്ടാ? ശരി ഓക്കെ. മോനൊന്നൊരു ഉത്തരം പറഞ്ഞേ. വാട്ട് മേക്സ് തിങ്സ് വിസിബിൾ എന്ന് ചോദിച്ചാ എന്തു പറയും? എന്തായിരിക്കും തിങ്സ്? നമുക്ക് ചുറ്റും ഒരുപാട് തിങ്സ് ഉണ്ട് അല്ലേ? വി ഓൾ നോ ദാറ്റ്. എന്തായിരിക്കും തിങ്സിനെ വിസിബിൾ ആക്കി തരുന്നേ മോന്? ഇപ്പൊ നൈഫ് ചിന്തിക്കാം. മിസ്സേ കണ്ണുണ്ടെങ്കിലേ കാണാൻ പറ്റൂ. ആണോ? കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരാണ് മിസ് എക്സ്പെക്ട് ചെയ്യുന്നത്. കണ്ണ് മാത്രം മതിയോ? പോരാ, ലൈറ്റ് കൂടെ മാൻഡേറ്ററി ആണ് കേട്ടോ. സോ വാട്ട് മേക്സ് തിങ്സ് വിസിബിൾ എന്ന് ചോദിച്ചാല് ലൈറ്റ് ഇസ് മാൻഡേറ്ററി ബിക്കോസ് ഞാൻ നിങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാ. ബിഫോർ ദാറ്റ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ക്യാൻ യു സീ ആൻ ഒബ്ജക്റ്റ് ഇൻ ദി ഡാർക്ക്? ഇതൊന്നും എഴുതണ്ട, കേട്ടിരുന്നാ മതി കേട്ടോ. ആരോട് ചോദിക്കാൻ പോണെന്ന്? ആദിദേവ്. വന്നപ്പോ തന്നെ ക്യാമറ ഓൺ ചെയ്ത നല്ല കുട്ടി എന്ന പേര് നേടിയെടുത്ത ആളാണ് ആദിദേവ് അല്ലെ? ആദി ചിരി പോരാട്ടോ. ആദി ഭയങ്കര സീരിയസ് ആണേ. ഹായ് ആദി. കുട്ടാ അമ്മയാണോന്നറിയില്ല, ആരാന്നറിയില്ല, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പാവം ടീച്ചറുടെ ഒരു ഹായ് കൊടുടാ അല്ലേ അമ്മ? ആദിദേവേ സൈഡിലിരുന്ന രണ്ടുപേരും എനിക്ക് ഹായ് തന്നു. ആദിദേവ് എന്നെ മൈൻഡേ ചെയ്യുന്നില്ല. കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നേ? ഓൺലൈൻ ക്ലാസ്സിൽ ചാടി നിൽക്കണം, എന്നാലാണ് വൈബ് ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ബോറടിക്കും. ആദി, ക്യാൻ യു സീ ആൻ ഒബ്ജക്റ്റ് ഇൻ ദി ഡാർക്ക്? ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടല്ലേ ആദി? ഞാൻ ആദിനെ മാറ്റിയിട്ട് അമ്മേനെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുത്താൻ പോവാ. എന്താണ് ആദി അമ്മ ആദി നാണക്കാരനാണോ? നാണക്കാരനാണോ അവൻ? അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കും കേട്ടോ. ആദിന് ഇവിടുന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അക്കാദമിക് ഇയറിന്റെ എൻഡിൽ പോകുമ്പോ ആദ്യം ഇവിടെ ലൈവായിട്ട് ഡാൻസ് കളിച്ചിട്ട് വേണം പോവാൻ കേട്ടോ ആദി. ഓക്കെ കുഴപ്പമില്ല. ഫസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് സമയം എടുത്തോ, പക്ഷെ ഇന്ന് തന്നെ എന്നോട് മിണ്ടണം കേട്ടോ ആദ്യം. ഉത്തരം കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. ശരി, മ്യൂട്ട് ചെയ്തോ. നമുക്ക് വേറൊരാളെ വിളിക്കാം. നമ്മുടെ ആ ഐഷനെ ഒന്ന് വിളിച്ചേ. ചിരിച്ചിരിക്കണ്ട കേട്ടാ, വന്നപ്പോ തന്നെ ഡാൻസ് ആണേ. ഹായ് ഐഷ, ക്യാൻ യു സീ ആൻ ഒബ്ജക്റ്റ് ഇൻ ദി? അയ്യോ, പേര് ഐഷ എന്നല്ലേ? അതന്നെ, അഫ്ന. സോറി അഫ്ന. ഹായ് അഫ്ന, ക്യാൻ യു സീ ആൻ ഒബ്ജക്റ്റ് ഇൻ ദി ഡാർക്ക്? ഇരുട്ടത്ത് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുമോ? റിക്വസ്റ്റ് തൊടു, എന്നാലേ ഇങ്ങോട്ട് ഒറ്റവട്ടം തൊടു റിക്വസ്റ്റില്. അൺമ്യൂട്ട് തൊടു. വെരി ഗുഡ് അനീമി, വെരി ഗുഡ് ആദിത്യൻ. എല്ലാവരുടെയും ഉത്തരം കറക്റ്റ് ആണ്. സ്പീഡ് ആക്കടാ, കുറച്ച് സ്പീഡ് ആക്കുക, നല്ല നമുക്ക് വേഗം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അഫ്ന, യു ആർ നോട്ട് അൺമ്യൂട്ടിങ്. ഒറ്റ തൊടു. അക്സെപ്റ്റ് യുവർ റിക്വസ്റ്റ്. അഫ്ന, നോ റെസ്പോൺസ്. അഫ്നയ്ക്ക് ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട് സ്ക്രീനില്, അതിൽ തൊടടാ, അത് അക്സെപ്റ്റ് ചെയ്യൂ, അൺമ്യൂട്ട് കൊടുക്കൂ. ഓ ശരി, എന്നാൽ നമ്മുടെ ജോസ്വിനെ വിളിച്ചോളൂ. ഹായ് ജോസ്വിൻ. വേഗം അൺമ്യൂട്ട് ചെയ്യണം, റിക്വസ്റ്റ് വരുന്നുണ്ട്, അതിൽ തൊട്ടോളൂ. തൊടടാ. ജോസ്വിൻ, ക്യാൻ യു സീ ആൻ ഒബ്ജക്റ്റ് ഇൻ ദി ഡാർക്ക്? എന്തുകൊണ്ടാ?
ഇരുട്ടായതുകൊണ്ട് ഓർ വി ക്യാൻ സേ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്, റൈറ്റ് അല്ലേ? ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. സോ ദ ആൻസർ ഇസ് നോ ഫോർ ഷുവർ. എല്ലാരും പറഞ്ഞ പോലെ ആൻസർ ഇസ് നോ. ഞാന് അനീമയുടെ ഹാളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോവാ. അനീമി ശ്രദ്ധിച്ചിരിക്കെ, പേരങ്ങനെ തന്നെയല്ലേ എന്തോ വായിക്കുന്നത്. അനീമയുടെ ഹാളിൽ ഇപ്പൊ നല്ല ലൈറ്റ് ഉണ്ട് അല്ലേ? ഇല്ല അനീമി ഇല്ലേ? കൊച്ചിന്റെ പേര് അങ്ങനെ തന്നെയല്ലേ വായിക്കുക. കൊച്ച് റെസ്പോൺസ് തരുന്നില്ല. ഒരു റിക്വസ്റ്റ് കൊടുത്തേ. സാർ എനിക്ക് അങ്ങനെയാട്ടോ പറഞ്ഞു തന്നത്. കുട്ടാ പേരൊന്ന് പറഞ്ഞേടാ. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് വേഗം വേഗം സ്പീഡ് ആക്കൂ മോനെ. ANEMY അലീഫ്. അൺമ്യൂട്ട്. സ്ക്രീനിൽ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട്, അതിൽ തൊടു, ഒറ്റ വട്ടം തൊടു. ആ അൺമ്യൂട്ടഡ്. മോന്റെ പേരെങ്ങനെയാ വായിക്കുന്നേ? എന്താണ് സാർ ആൻമി? ഈ സാർ എല്ലാവരുടെയും പേര് തെറ്റിച്ചാ എനിക്ക് പറഞ്ഞത്. ആൻമി. ശരി, ഇനി മിസ് തെറ്റിക്കില്ല കേട്ടോ. ആൻമിയുടെ ഹോൾ ആണ് ഇത്. ഓക്കെ മിസ്, ലൈറ്റ് ഓഫ് ആക്കട്ടെ. ലൈറ്റ് ഓഫ് ആക്കട്ടെ. എടാ അന്മിയുടെ ഹോളിൽ നല്ല ലൈറ്റ്, നല്ല കമ്പനിയുടെ ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഓഫ് ആക്കിട്ട് ഓഫ് ആവുന്നില്ല കേട്ടോ. നോക്കട്ടെ. ഇൻ 3, 2 സാർ ലൈറ്റ് എന്താ ഓഫ് ആവാത്തേ? സാർ ഓഫ് ആക്കി തരും കേട്ടോ. സാറിന്റെ ഇടയ്ക്കൊക്കെ ലൈഫ് ഇങ്ങനെയാ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. വീഴും, പക്ഷെ വീണിടത്ത് കിടന്ന് ഉരുളാൻ നമ്മൾ പഠിക്കണം. എവിടെ സാറിന്റെ? അതല്ല എന്റെ സർപ്രൈസ് പൊളിക്കല്ലേ. ദേ ഈ ലൈറ്റ് ഓഫ് ആക്കി തരൂ സാർ. 3, 2 1 പറയുമ്പോ ഞാൻ ഓഫ് ആക്കും. എനിക്ക് അപ്പൊ തന്നെ ഓഫ് ആവില്ല. ഇപ്പൊ ഓഫ് ആവേ. എന്താണ് സാർ, വാട്ട് ആർ യു ഡൂയിങ്? അതൊന്ന് പ്ലേ ആക്കൂ. പ്ലേ ആക്കിയാ? വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് പ്ലേ ആക്കിയാ? ഇവിടെയാ? ഇപ്പൊ ഓഫ് ആവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഫ് ആയില്ലെങ്കിൽ ഞാന് ഇല്ല, ഓഫ് ആവുന്നില്ല സാർ. സാറിന്റെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള എന്തോ ഒരു ഗ്ലിച്ച് കാരണം നമ്മുടെ അന്മിയുടെ വീട്ടിലത്തെ ലൈറ്റ് എനിക്ക് ഓഫ് ആക്കാൻ പറ്റുന്നില്ല. പക്ഷെ പ്രശ്നമില്ല, സിമ്പിൾ. ലൈറ്റ് ഓഫ് ആയാൽ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല. ബേസിക്കലി അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മതി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാർ, ഞാൻ മുന്നോട്ട് പോവാ. സോ ഹൗ ഡു വി സീ തിങ്സ് എന്ന് ചോദിച്ചാൽ അന്മിയുടെ എക്സ്പ്രഷൻ എന്താ അറിയോ? എന്റെ ഹാളിലെ ലൈറ്റ് ഒന്നും ഓഫ് ആക്കാൻ മിസ് വളർന്നിട്ടില്ല. അല്ലേ അന്മി? സാറിന്റെ PPT. ശരി. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ഹൗ ഡു വി സീ തിങ്സ് എഴുതിക്കണം. ആരാ മ്യൂട്ട് ചെയ്യാത്തത്? അന്മി, ഐ ഗസ്. അന്മി കുട്ട മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സോ എഴുതേണ്ടത് ഹൗ ഡു വി സീ തിങ്സ്. എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത്? ഇപ്പൊ എന്റെ മക്കൾ എല്ലാരും പറഞ്ഞു ലൈറ്റ് വേണമെന്ന്. ശരി, ഇനി ഓഫ് ആക്കിക്കോളാൻ. ഫൈനലി ലൈറ്റ് ഓഫ് ആയിരിക്കുന്നു ഗൈസ്. എനിവേസ്, ലൈറ്റ് ഓഫ് ആയാൽ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. മിസ് നിങ്ങൾക്ക് ക്ലാസ് വൈബാക്കാന്ന് വിചാരിച്ചാൽ അത് കൊണ്ടുവന്നിട്ട് അത് നടന്നില്ല. സാറില്ല. ഹൗ ഡു വി സീ തിങ്സ് എന്ന് എഴുതും വേഗം. നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് വേണമെന്ന്. പക്ഷെ ലൈറ്റ് എവിടെ നിന്ന് വരണം, എവിടെ വീഴണം, എങ്ങോട്ട് പോവണം, ഇതാണ് നമുക്ക് അറിയേണ്ടത്. നൈഫെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട്, പറ്റില്ല. നൈഫെ ബുക്ക് എടുത്ത് എഴുതിയേ. ഹൗ ഡു വി സീ തിങ്സ് എഴുതും. എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത്? മിസ് കാണിച്ചു തരാം. കാണിച്ചോട്ടെ മിസ്? കാണിക്കട്ടെ. എല്ലാരും എഴുതി കഴിഞ്ഞോ? അഫ്ന കഴിഞ്ഞല്ല? ഹൗ ഡു വി സീ തിങ്സ്. അന്മി, ആദിത്യൻ, ആദിദേവ്, മിന്നു. ആദിദേവ് ക്യാമറ ഓഫ് ചെയ്യല്ലേട്ടാ. അഷിക, ഫാത്തിമ, ഫിദ, ആരൺ ആൻഡ് ജാനകി. ജാനകി അല്ലേ സർ? ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കടാ. ഓക്കെ, സോ മിസ്സിന്റെ മക്കള് നോക്കിക്കോ. എടാ, ഒരു മേജർ സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് സൺ അല്ലെ? വി ഓൾ നോ ദാറ്റ് സൺ ഈസ് ദ മേജർ സോഴ്സ് ഓഫ്. അങ്ങോട്ട് പോട്ടെ. അതിൽ നിന്ന് വരുന്നു നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരാ? ലൈറ്റ് റേ വന്ന് ബുക്കിൽ വീഴുന്നുണ്ട്, തട്ടി തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഒരാൾ വരും. ആരാ? കണ്ണ്.
കണ്ണില് വന്ന് വീഴുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്. അപ്പൊ എന്തൊക്കെ വേണം? നിങ്ങൾ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് അറിയാം. മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാട്ടോ, പേടിക്കണ്ട. ഒരു സണ്ണിനെ വരയ്ക്കാം തൽക്കാലം. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ വരയ്ക്കാം. ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ലൈൻ വെച്ച് വേണം വരയ്ക്കാൻ. ആരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്ഷൻ കാണിക്കാൻ. എല്ലാവരും എഴുതിക്കോട്ടോ. ഫുൾ പടം വരെയാണ് ഇന്ന്. പടം വരച്ച് പഠിക്കാൻ പോവാ നമ്മള്. തട്ടി തിരിച്ചു പോകുന്നു, ലൈറ്റ് റേ റിഫ്ലക്റ്റഡ് ബാക്ക്. ഒരു ഒബ്ജക്റ്റിൽ വീണിട്ട് ഇട്ടാ മറക്കല്ലേ. ബുക്ക് വരയ്ക്കണം നിർബന്ധമില്ല കേട്ടോടാ. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വന്ന് വീഴുന്നു, തട്ടി തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യുന്നു? കണ്ണില് വീഴുമ്പോ, മിസ് ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇത്ര ഭംഗിയിൽ വരയ്ക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ സാരില്ല കേട്ടോ. എന്റെ കണ്ണ് നോക്കണ, ഹായ്, ഇത്ര നല്ല കണ്ണല്ലേ. ഇത്ര ഭംഗിയിൽ നിങ്ങൾ വരച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചാൽ മതി. ഓക്കെ, സോ വരച്ചോ? എല്ലാരും വരച്ചു വെച്ചോ? കുറച്ച് വൃത്തിയിൽ വരയ്ക്കണേ. ലൈക്ക് ചെരിഞ്ഞൊന്നും പോവാതെ വരയ്ക്കണം കേട്ടോ. അങ്ങനെ ഭംഗിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ശ്രദ്ധിക്കണം. ഓക്കെ, വരച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ മിസ് സണ്ണിനെയാ വരച്ചു വെച്ചേക്കുന്നത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് സണ്ണെന്ന് എഴുതണോ അതോ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് എഴുതണോ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഒബ്ജക്ട്സ് കാണാൻ പറ്റുന്നില്ലേ? തിങ്സ് വിസിബിൾ അല്ലേ? ആണ്. പക്ഷെ സൂര്യനുണ്ടോ അവിടെ? സണ്ണുണ്ടോടാ? ഇല്ല. സോ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്താ? ബൾബ് ഒക്കെ ആയിരിക്കും അല്ലെ. ട്യൂബ് ലൈറ്റ്, LED ബൾബ്, ഫ്ലൂറസെന്റ് ബൾബ്, എന്തോ ആവട്ടെ, ബൾബുകളാണ് അല്ലെ. സോ വി ക്യാൻ റൈറ്റ് ജനറൽ ആയിട്ട് സോഴ്സ് ഓഫ് ലൈറ്റ് വേണം. എന്ത് സോഴ്സും ആവട്ടെ, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് എന്തായാലും വേണം. അതിൽ നിന്നാണ് ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. സോ സോഴ്സ് ഓഫ് ലൈറ്റ് വേണം. ക്ലിയർ? സോഴ്സ് ഓഫ് ലൈറ്റ് ഇസ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മാൻഡേറ്ററി. എഴുതൂ സോഴ്സ് ഓഫ് ലൈറ്റ്. ഒരിക്കലും സൺ എന്ന് എഴുതണ്ട, കാരണം എപ്പോഴും സൺ ആയിരിക്കില്ല ഈ ലൈറ്റ് തരുന്നത്. ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വേണം. എന്നിട്ട് മിസ് ഇവിടെ ബുക്ക് എന്ന് എഴുതണോ അതോ എവിടെ നോക്കിയാലും ബുക്കാണോ കാണുന്നേ? ബുക്ക് മാത്രമാണോ കണ്ണില് ഫുൾ ടൈം? അതേന്നാണ് ആര് പറയുന്നതെന്നറിയോ? നൈഫ് പറയുന്നത്. അതേ മിസ്സേ, ഇപ്പൊ എന്റെ മുൻപിൽ എപ്പോഴും പഠിപ്പാ, എവിടെ നോക്കിയാലും ബുക്കേ കാണൂ എന്നാണ് നൈഫ് പറയുന്നത്. ആണോ നൈഫേ? അതിനിടയ്ക്ക് നമ്മുടെ ആദിദേവ് പറയുന്നുണ്ട് ഞാൻ ബുക്കേ കാണാറില്ല. ആണോ ആദി? ആണോ? ഓക്കെ, സോ ഇതൊരു ജനറൽ കേസ് അല്ല അല്ലെ. ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ മിസ് ഈ കേസിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. ഓർ എൽസ് വി ക്യാൻ റൈറ്റ് ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൽ വന്ന് ലൈറ്റ് വീഴുന്ന സമയത്ത് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നു. വെറുതെ വീണാ പോരാ, തട്ടി തിരിച്ചു പോകണം. അപ്പൊ തൽക്കാലം ജനറൽ ആയിട്ട് വി ക്യാൻ റൈറ്റ് ഒബ്ജക്റ്റ്. അത് ഏത് ഒബ്ജക്റ്റ് ആവാം. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ബുക്ക് ആവാം, പെന്നാവാം, ശ്വേതാമിസ് ആവാം, ഓക്കെ, എന്തു ആവാം. സോ ഡു റൈറ്റ് ഒബ്ജക്റ്റ്. ബുക്ക് എന്ന് എഴുതരുത്, ഒബ്ജക്റ്റ്. ക്ലിയർ ഹാദി? ക്ലിയർ ഹാദി? ശരി, അപ്പൊ കഥ എവിടെ എത്തി? സോഴ്സ് ഓഫ് ലൈറ്റിന്ന് ലൈറ്റ് റേ ഒരു ഒബ്ജക്റ്റില് വന്ന് വീണിട്ട് എടാ ആ ബുക്ക് തുളച്ച് ലൈറ്റ് റേ കടന്നു പോവാണോ ചെയ്തത്? ആണോ? ബുക്ക് തുളച്ച് ലൈറ്റ് റേ കടന്നു പോവാണോ ചെയ്തത്? ജോസ്വിൻ ആണോ? മിന്നു, ഫാത്തിമ, റിത, ഫാത്തിമ, ഫിദ, ആഷിക, ആദിത്യൻ, ജാനകി, ബുക്ക് തുളച്ച് ലൈറ്റ് റേ കടന്നു പോവാണോ ചെയ്തത്? അല്ല അല്ലേ? അല്ല. വെരി ഗുഡ് അഫ്ന. ഇൻസ്റ്റെഡ് അതെന്തു ചെയ്തു? റിഫ്ലക്റ്റഡ് ബാക്ക്. ഓക്കെ, സോ ഇവിടെ നടന്ന പ്രോസസ് ആണ് എന്ത്? റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ ഏത് ഗ്രേഡിൽ പോയാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസും റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട 2 ലോസുമാണ് ഇന്ന് മിസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ലൈറ്റ് തിരിച്ചു പോകുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് റിഫ്ലക്ഷൻ കേട്ടോ. ആ പ്രോസസ്സിന്റെ പേരാണ് റിഫ്ലക്ഷൻ. ക്ലിയർ? സോ സോഴ്സ് ഓഫ് ലൈറ്റ്, ഒബ്ജക്റ്റ്, നടന്ന പ്രോസസ്. ഇങ്ങനെ ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രോസസ്സിന്റെ പേര് റിഫ്ലക്ഷൻ. വന്ന് വീണത് എവിടെയാ? ഐയിൽ അല്ലെ. യു ക്യാൻ റൈറ്റ് സിംപ്ലി, യു ക്യാൻ റൈറ്റ് ഐ.
കണ്ണിൽ വന്ന് വീഴുമ്പോഴാണ് നമ്മൾ അത് കാണും. ജോസ്വിൻ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഐയിൽ വീഴുമ്പോ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഏത് ഒബ്ജക്റ്റിലാണ് ലൈറ്റ് വന്ന് വീണത് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പെണ്ണ് കാണുന്നില്ലേ? എല്ലാരും നോക്കിക്കേ, യു ക്യാൻ സീ ദി പെൻ. ഇത്ര നാള് പെണ്ണ് കണ്ട പോലെയല്ല ഇനി മുതൽ നിങ്ങളുടെ മൈൻഡിൽ പ്രോസസ് ചെയ്യേണ്ടത്. അതേ ഇരിക്കുന്നു. എല്ലാരും നിങ്ങളുടെ സോഴ്സ് ഓഫ് ലൈറ്റിലേക്ക് നോക്കിയേ. എവ്രിവൺ സോഴ്സ് ഓഫ് ലൈറ്റിലേക്ക് നോക്കിയേ. അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റിൽ വീണിട്ട് തട്ടി കണ്ണിലേക്ക് വീഴുമ്പോ യു ക്യാൻ സീ ദിസ് പെർട്ടിക്കുലർ ഒബ്ജക്ട്. കേട്ടോ കേട്ടോ? നമ്മുടെ മോന്റെ പേരെന്താ? ഫസ്റ്റ് വൺ ഷിജോൺ. കേൾക്കുന്നുണ്ടോ? ക്ലിയർ? ജോസ്ലിൻ ആണ് മോന്റെ പേര്. ഇവിടെ വന്നേക്കുന്നത് വി അല്ലേ സർ? ജോസ്ലിൻ എന്നാണോ? ഇവിടെ വി എന്നാ വന്നേക്കുന്നത്. അത് സാറില്ല, ജോസ്ലിൻ. ഓക്കെ, ഇവിടെ എത്തിയ കേട്ടോ. ശരി, അപ്പൊ ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കൊച്ചു വിചാരിച്ചു മിസ്സിന് കണ്ണ് കാണാനിട്ടാ. നല്ല ഇവിടെ പേര് തെറ്റിയാ വന്നേക്കുന്നത് കേട്ടോ. എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ശരി, ഈ വന്നു വീണ ലൈറ്റ് റേയുടെ പേരാണ്, എല്ലാരും പഠിച്ചോ, ഇൻസിഡന്റ് റേ. എഴുതിക്കെ ചെരിച്ചെഴുതണേ നല്ല ഭംഗിയില് മിസ് ചെയ്ത പോലെ. ഇൻസിഡന്റ് റേ. വന്നു വീണ ലൈറ്റ് റേയുടെ പേരെന്താ? എന്താ മിന്നു? ഫൈനലി ക്യാമറ ഒന്ന് ഓൺ ചെയ്തല്ലോ. മേക്കപ്പ് ഇടാൻ പോയതാണോ മിന്നു? പരസ്പരം ആരും കാണില്ല, ശ്വേതാ മിസ് മാത്രമേ കാണൂ കേട്ടോ. കേട്ടോ മിന്നു? എപ്പോഴും ക്യാമറ ഓൺ ചെയ്തിരിക്കണം. ഗുഡ്. സോ ഇൻസിഡന്റ് റേ, വന്നു വീണ ലൈറ്റ് റേയുടെ പേരെന്താ? അത് കുഴപ്പമില്ലടാ. ഒറിജിനൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേനും പേരൊക്കെ തിരുത്താട്ടോ. ഞാൻ ജോസ്ലിൻ അല്ല ജോസ്ലിൻ എന്ന് മാത്രം വിളിക്കാം. വെരി ഗുഡ് അഫ്ന. ഇൻസിഡന്റ് റേ. ശരി, ഒരാൾ അൺമ്യൂട്ട് ചെയ്തോളൂ. മിന്നു ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചോദിക്കട്ടെ മിന്നു, അൺമ്യൂട്ട്. ഒരു റിക്വസ്റ്റ് വരുന്നുണ്ടോ? വേഗം അൺമ്യൂട്ട് ചെയ്തോ. ഹായ് ഹായ് മിന്നു. ഓക്കെ, മിന്നു ഇത്ര നേരം മേക്കപ്പ് ആയിരുന്നോ? ക്യാമറ ഓൺ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. ക്യാമറ ഓൺ ചെയ്ത് തന്നെ ക്ലാസ്സിലിരിക്കണം. ഓക്കെ, ഐഷക്കുട്ടി ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് മേക്കപ്പ് കഴിഞ്ഞപ്പോ. ശരി ശരി, ഓക്കെ. സോ ഇൻസിഡന്റ് റേ അല്ലെ? ഈ പോയിന്റിൽ മിസ്റ്റർ ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് ലൈറ്റ് എന്ത് ചെയ്തടാ? ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചുപോയി. കറക്റ്റ് മിന്നു? കറക്റ്റ്. അവിടെ നടന്ന പ്രോസസ്സിന്റെ പേരെന്താ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എടാ വന്നപ്പോ അതിന്റെ പേര് ഇൻസിഡന്റ് റേ എന്നായിരുന്നു. പക്ഷെ തട്ടി തിരിച്ചു പോയതുകൊണ്ട് ലൈറ്റ് റേയുടെ പേര് മാറി. എന്താണെന്നറിയാമോ? വെരി ഗുഡ് അഫ്ന, വെരി ഗുഡ്. എല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്താ തിരിച്ചുപോയ റേയുടെ പേര്? ഉത്തരം പറഞ്ഞേ മിന്നു. ഉറക്കെ പറയണം. അത് പ്രോസസ് കേട്ടോ. നടന്ന പ്രോസസ് ആണ് റിഫ്ലക്ഷൻ. അപ്പൊ റേയുടെ പേര് ഇങ്ങനെയായിട്ട് മാറും കേട്ടോ. ഓർമ്മയില്ലാത്തവര് പഠിച്ചോ. റിഫ്ലക്റ്റഡ് റേ. എഴുതിക്കുക എല്ലാരും. അറിയുമെങ്കിൽ പോലും നിങ്ങൾ എഴുതണം. മിസ്സിന്റെ കൂടെ വരയ്ക്കണം, എഴുതണം കേട്ടോ. ബിക്കോസ് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ലോസ് ഒക്കെ പഠിക്കാനുണ്ട്. മിസ് എഴുതാം. റിഫ്ലക്റ്റഡ് റേ എഴുതിയോ? സോ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. അനമി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കിയടാ. ഒന്ന് പതുക്കെ ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് റീജോയിൻ ചെയ്യും. ബോർഡ് എല്ലാവർക്കും ക്ലിയർ ആ കേട്ടോ. മോന് മാത്രമേ ക്ലിയർ ഇല്ലാത്തുള്ളൂ ഐ ഗസ്. എഴുതിയോ? ഇതുവരെ എഴുതിയോ? സെറ്റില്ലേ? ശരി, ഇനി മിസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് നോക്കിക്കോട്ടോ. ഇനി മിസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഇതാണ് നമ്മുടെ ബുക്കിരിക്കുന്ന സർഫസ് അല്ലെ? ഇതല്ലേ ബുക്കിരിക്കുന്ന സർഫസ് അല്ലെ? ഇതല്ലേ ബുക്കിരിക്കുന്ന സർഫസ്. മിസ് ഈ സർഫസിന് ഈ ലൈറ്റ് റേ വന്ന് വീണ ഈ പോയിന്റില് ഒരു 90 ഡിഗ്രി ലൈൻ വരയ്ക്കാൻ പോവാ. അവിടെ ശരിക്കും അങ്ങനെ ഒരു ലൈറ്റ് റേയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇമാജിനറി. അതുകൊണ്ട് മിസ് എല്ലാരും വരച്ചോ. ഡോട്ട് ഇട്ട് വരയ്ക്കാം. അവന്തിക ലേറ്റ് ആയി പോയോ? ലൈറ്റിനെ കുറിച്ചാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് ആവാതെ ഓൺ ടൈമിൽ ക്ലാസ്സിൽ കയറണം കേട്ടോ. ഓക്കെ, സോ സംശയം തോന്നരുത്. ലൈറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് ലൈറ്റ് റേ
അത് വന്ന് വീഴുന്ന ലൈറ്റ് റേ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കുന്നു. ഒരു പോയിന്റിൽ തട്ടി ആ ലൈറ്റ് റേ റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. കണ്ണിൽ വീഴുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് കാണുന്നു. സോ അത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ, ഇത് കണ്ണ്, ഇവിടെ നടന്ന പ്രോസസ് റിഫ്ലക്ഷൻ, അത് സോഴ്സ് ഓഫ് ലൈറ്റ്. ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സർഫസ്. അതിന് മിസ് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈൻ ആണ് ഡോട്ട് ഇട്ടിട്ട് മിസ് വരച്ചിട്ടുള്ളത്. സോ ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുന്നോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ മിന്നു? അല്ലേ അൻമി, അല്ലേ ജാനകി, അല്ലേ ഫാത്തിമ, അല്ലേ അഷിക? അതെ, അവന്തിക. ഓക്കെ, 90 ഡിഗ്രിയിൽ മിസ് ഒരു വര വരച്ചു, ലൈൻ വരച്ചു. ഈ ലൈനിന്റെ പേരെന്താണ്? എത്ര പേർക്ക് അറിയാം? അറിയുന്നവരൊന്ന് ക്യാമറയിലേക്ക് വേവ് ചെയ്തേ. ഒരു സർഫസിന് 90 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കുന്ന ലൈനിന്റെ പേര് ഇനി ഐഡിയ? എടാ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ട് ട്യൂഷൻ ചേർത്തോ കേട്ടോ. വെരി ഗുഡ് അഫ്ന, വെരി ഗുഡ്. ദ ആൻസർ ഇസ് നോർമൽ. എന്താന്നറിയോ ലൈനിന്റെ പേര്? നോർമൽ. എല്ലാരും എഴുതി വെച്ച്. ഇനി ഒരിക്കലും മറന്നൂടാ, ആര് വന്നിട്ട് ചോദിച്ചാലും ഒരു സർഫസിനെ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇറ്റ് ഈസ് ദി നോർമൽ ടു ദി സർഫസ് 90 ഡിഗ്രി. അപ്പൊ മിസ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു വര വരച്ച ഇതിന്റെ പേര് നോർമൽ. ഈ ലൈനിന്റെ പേര് നോർമൽ ടു ദി സർഫസ്. കേട്ടോ? ഞാൻ ഇതെല്ലാം നിങ്ങൾ മറന്നു എന്ന് വിചാരിച്ചു വന്നപ്പോ അഫ്ന മണിമണിയായിട്ട് ഉത്തരം പറയും. കുഴപ്പമില്ല, നല്ലതാ, എപ്പോഴും ആവശ്യമുള്ള ടോപ്പിക് ആണ് കേട്ടോ. ഓക്കെ, സോ അതാണ് നോർമൽ. ഇതുവരെ കഥ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? എല്ലാരും ആ ടേംസ് ഒന്നും മനസ്സിൽ പറഞ്ഞേ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, നടന്ന പ്രോസസ് റിഫ്ലക്ഷൻ, നോർമൽ. കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ മാത്രം കണ്ണടച്ചു, ബാക്കി എല്ലാരും അവിടെ എന്റെ ഡ്രാമ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, സോ മിന്നു സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മിസ് പറയാൻ പോകുന്ന കാര്യം കേട്ടോ. 2 ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് ആംഗിൾ മിസ് മാർക്ക് ചെയ്യാം. യെല്ലോ വെച്ചിട്ട് തന്നെയാ മാർക്ക് ചെയ്യുന്ന ആംഗിൾ ഐ. കണ്ടോ മിസ് എവിടെയാ മാർക്ക് ചെയ്തെന്ന് കണ്ടോ? നോക്കി എല്ലാരും. ഫസ്റ്റ് ആംഗിൾ മിസ് മാർക്ക് ചെയ്തു, ആംഗിൾ ഐ. അവന്തികയെന്ന് വിളിച്ചേ. ഏതൊക്കെ ലൈൻസിന്റെ ഇടയിലാണ് ഈ ഐ എന്ന് പറയുന്ന ആംഗിൾ ഫോം ചെയ്തിട്ടുള്ളത്? അവന്തിക ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പറയാൻ വേണ്ടിട്ട്. എല്ലാരും എഴുതിക്കോട്ടാ. എടാ, ഇവിടെ എഴുതാൻ സ്ഥലം ഇല്ലാത്തോണ്ടാ മിസ് അവിടെ മാറ്റി എഴുതുന്നത്. നിങ്ങൾ അങ്ങനെ മാറ്റി വൃത്തിയിൽ എഴുതിക്കോ. ആംഗിൾ ബിറ്റ്വീൻ, പറയൂ. I is the angle between. Any idea Avantika? ഏതൊക്കെ റേന്റെ ഇടയിലാ? അവന്തിക അൺമ്യൂട്ടഡ് ആണ്, സംസാരിക്കൂ. അത് ശ്വേത മിസ്സാ പഠിപ്പിക്കുന്നേ. ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഈ ആംഗിൾ ആയി ഏതൊക്കെ ലൈനിന്റെ ഇടയിലെ പിരിക്കുന്നേ? ലൈൻസിനെല്ലാം മിസ് പേരിട്ടിട്ടുണ്ട് അല്ലേ? നോർമലിന്റെ പിന്നെ ഇതിന്റെ ഇടയിലാണ് മിസ് ഐ മാർക്ക് ചെയ്തേ. മിസ് എവിടെ ഐ മാർക്ക് ചെയ്തേ നോക്കിയേ അവന്തിക. ആംഗിൾ ഐ മിസ് എവിടെ മാർക്ക് ചെയ്തേ അവന്തിക? അവന്തിക കേൾക്കുന്നുണ്ടോ? മിസ് ചോദിക്കുന്നത് മിസ് ഐ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കാണിക്കാം. എന്താടാ? ഇതാണ് ഏതിന്റെയോ? കേട്ടില്ല മിസ്. വെരി ഗുഡ് മുഹമ്മദ്. ആ, നോർമലും അവന്തി വായിക്കൂ. എടാ, ഇൻസിഡന്റ് റേ. എന്താ റേനെ വായിക്കുന്നേ? വന്ന് വീണ ലൈറ്റ് റേനെ വായിക്കുന്നത് ഇൻസിഡന്റ് റേ. കേട്ടോ? ആ, സോ ആംഗിൾ ബിറ്റ്വീൻ എല്ലാവരും എഴുതിക്കോ. ഇൻസിഡന്റ് റേ ആൻഡ് ദി നോർമൽ. കിട്ടിയോ എല്ലാവർക്കും?
കിട്ടിയോ? നോർമലിന്റെ നമ്മുടെ അവന്തിക്ക പറഞ്ഞ പോലെ നോർമലിന്റെയും ഇൻസിഡന്റ് റേന്റെയും ഇടയിലുള്ള ആംഗിൾ, ആ ആംഗിളിന്റെ പേരാണ് ഐ. ആൻഡ് ആംഗിളിന്റെ ഫുൾ നെയിം എന്താ? എല്ലാരും എഴുതിക്കോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താ ആംഗിളിന്റെ പേര്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കിട്ടിയോ? പഠിച്ചോ എല്ലാരും? അവന്തിക്ക് പഠിച്ചോട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ? അടുത്ത ആളെ വിളിച്ചോ. മിസ് ആംഗിൾ 6 മാർക്ക് ചെയ്യാൻ പോവാ, നോക്കിക്കോട്ടോ. ആംഗിൾ 6 മിസ് എവിടെയാ മാർക്ക് ചെയ്യുന്നത്? നോക്കിക്കോ നോക്കിക്കോ. ആംഗിൾ കുഞ്ഞാർ. ആരെ വിളിക്കാൻ പോകുന്നു? ഹാദി. ആരാ? ഹാദി. ഹായ് ഹാദി. ഹായ് ഹാദി. ഹാദി, മിസ് ആംഗിൾ 6 എവിടെയാ മാർക്ക് ചെയ്തേക്കുന്നേ? ആംഗിൾ ബിറ്റ്വീൻ normal and reflected right. Very good. The angle between the normal and the reflected ray. ഈ ആംഗിളിന്റെ പേരെന്താണെന്നറിയോ? ആംഗിൾ ഓഫ്, മിസ്സിന്റെ ഒപ്പം എഴുതണട്ടോ എല്ലാരും, നോക്കിയിരിക്കല്ലേ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? കിട്ടിയോടാ? ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതുവരെ സെറ്റ് ആണോ എല്ലാവർക്കും? ക്ലിയർ എവ്രിവൺ? ആരൺ ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, മടിക്കരുത് കേട്ടോ ആരൺ, കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. സോ രണ്ട് ആംഗിളിന്റെ പേര് കിട്ടി. ഒന്ന് ആംഗിൾ ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഒന്ന് ആംഗിൾ ആർ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആ പേര് നോക്കിയാൽ മനസ്സിലാവും അത് ഏതിന്റെ ഇടയിലുള്ള ആംഗിളാ. ഇൻസിഡന്റ് റേന്റെയും നോർമലിന്റെ ഇടയിലാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് റേന്റെയും നോർമലിന്റെ ഇടയിലാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ക്ലിയർ? ക്ലിയർ? ഓക്കെ, സെറ്റ് ആണ്. ഇനി നമ്മള് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിക്കാൻ പോവാണ്. ഈ ടേംസ് എല്ലാം മനസ്സിൽ വെക്കുക. ഇനി ഈ ടേംസ് എല്ലാം ഉപയോഗിച്ച് നമ്മള് രണ്ട് ലോസ് പഠിക്കാൻ പോവാ. റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ലൈറ്റ് റേ പാലിക്കുന്ന രണ്ട് ലോസ്, അല്ലെങ്കിൽ ലൈറ്റ് റേ ഫോളോ ചെയ്യുന്ന രണ്ട് ലോസ് എഴുതാം. ഇതുവരെ ഓക്കെ അല്ലേ? മിസ് പേജ് മാറ്റട്ടെ. എവരിവൺ ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. If you have no doubt and everything is clear, ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറ്റുമെങ്കിൽ just wave to the camera. Everyone, just wave to the camera. Hadi, no waves? Not interested? ശരി, മിസ് മുന്നോട്ട് പോവാട്ടോ. എന്താണെന്നറിയോ? The laws of reflection എഴുതിക്കും. ഫസ്റ്റ് ലോ മിസ് പഠിപ്പിക്കാൻ പോവാ. രണ്ട് ലോ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ലോ, ഇപ്പൊ ടേംസ് എല്ലാം പഠിച്ച സ്ഥിതിക്ക് ലോ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. എഴുതൂ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എഴുതിക്കോ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോ ടേംസ് ഒന്നുകൂടി ശരിയാക്കാനുണ്ട് അഫ്ന. കോൺസെപ്റ്റ് കറക്റ്റ് ആണ്, പക്ഷെ അതിൽ പറഞ്ഞ ടേംസ് കുറച്ചുകൂടെ സെറ്റ് ആക്കാനുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് ലോ പറയട്ടെ. എല്ലാവരും എഴുതിയോ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ എഴുതിയോ എല്ലാവരും? എഴുതു എഴുതു, വേഗം എഴുതു. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. സ്പീഡ് ആക്കുക കേട്ടോ. അവന്തിക്ക് എഴുതിക്കോളൂ കേട്ടോ. ജാനകി, അഷിക, മിന്നു ആൻഡ് ഫാത്തിമ, ഫിദ, പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. വീഡിയോയിൽ തൊടൂ. ക്യാമറ ഓഫ് ചെയ്ത് റെഗുലർ ക്ലാസ്സിൽ ആരും ഇരിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് മിസ് കുറച്ച് കൺസിഡറേഷൻ തരും. റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്യാമറ ഓഫ് ആക്കി ഇരിക്കാനേ പറ്റില്ല. വേറെ ആരും നിങ്ങളെ കാണില്ല കേട്ടോ. മിസ് മാത്രമേ കാണുള്ളൂ. ക്യാമറ ഓൺ ചെയ്ത് തന്നെ ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് ലോ മിസ് പറയാൻ പോവാ. ഒരാളെ വിളിക്കോ സർ? നമുക്ക് ഒരാളുടെ ഹെൽപ്പോടെ പറയാം. ആരോൺ, ഹായ് ആരോൺ. അൺമ്യൂട്ട്. ഓക്കെ. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ വേണ്ട, ഒരു സർഫസിലേക്ക് വീഴുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ആര്? ലൈറ്റ് റേ.
ഇവിടെ വരയ്ക്കുന്ന വരയുടെ പേര് പറഞ്ഞ ആരാണ്? ഈ പോയിന്റിൽ മിസ് വരച്ച പെർപെൻഡിക്കുലർ ലൈനിന്റെ പേര് പറഞ്ഞ ആരാണ്? കിട്ടും കിട്ടും. ലേറ്റ് ആയി മോൻ ക്ലാസ്സിൽ ഓൺ ടൈം ജോയിൻ ചെയ്യണം കേട്ടോ. ഈ ഫിഗർ നോക്കിട്ട് പറഞ്ഞേ. അയ്യോ കൊറേ ബാക്ക് പോണ്ടി വരും മിസ്. ദാ എന്താ മിസ് എഴുതി വെച്ചേക്കുന്നേ? ലൈനിന്റെ പേരെന്താ? ഒരു സർഫസിന് മിസ് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ പേരാണ് മിസ് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. 90 ഡിഗ്രി ലൈനിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നേ? ദേ അല്ലടാ, അത് 90 ഡിഗ്രി ലൈനാ കുട്ട. ഈ സർഫസിന് 90 ഡിഗ്രിയിൽ മിസ് വരച്ച യെല്ലോ ഡോട്ടഡ് ലൈനിന്റെ പേര് മിസ് ഇതേ മുകളിൽ എഴുതി വെച്ചേക്കുന്നു. നോർമൽ. ഇനി മറക്കരുത്, ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് നോർമൽ. ഒരു സർഫസിന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരെ, അത് അറിഞ്ഞില്ലെങ്കിൽ ഈ ലോ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മിസ് ഒന്നുകൂടെ ബാക്ക് പോയിട്ട് പറഞ്ഞു തന്നത്. ഓൺ ടൈം ജോയിൻ ചെയ്യാൻ നോക്കാം റെഗുലർ ക്ലാസ്സിൽ കേട്ടോ. ശരി ആരൺ. സോ ദിസ് ഇസ് നോർമൽ അല്ലെ കുട്ടാ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ, മിസ് ബാക്കി ചോദിക്കുന്നില്ല. അപ്പൊ എടാ ഇത് നമ്മുടെ ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ എവരിവൺ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാവർക്കും അറിയാം. ഇപ്പോ ആർ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അറിയാലോ. ഫസ്റ്റ് ലോ പറയുന്നു I ഈക്വൽ ടു ആർ. ഫസ്റ്റ് ലോ എന്താ പറയുന്നേ? ഐയും ആറും എപ്പോഴും ഈക്വൽ ആയിരിക്കും. I 30 ഡിഗ്രി ആണെങ്കിൽ ആറും 30 ഡിഗ്രി. I 40 ഡിഗ്രി ആണെങ്കിൽ ആറ് പറയും ഞാൻ, നീ എത്രയാണോ നീ തന്നെ ഞാനും 40 ഡിഗ്രി. ഐയും ആറും വലിയ കൂട്ടുകാരാ. I ഈക്വൽ ടു ആർ. കിട്ടിയോ? I ഈക്വൽ ടു ആർ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. എല്ലാവരും എഴുതിക്കോ എന്താണ് ഫസ്റ്റ് ലോ. വെറുതെ I ഈക്വൽ ടു ആർന്ന് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. സോ വെൻ ലൈറ്റ് റിഫ്ലെക്റ്റഡ് ഫ്രം എ സ്മൂത്ത് സർഫസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. ഓക്കെ, ഒരു ലൈറ്റ് റേ ഒരു സ്മൂത്ത് സർഫസിൽ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഐയും ആറും ഈക്വൽ ആയിരിക്കും. I ഈക്വൽ ടു ആർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. കിട്ടിയോ എവരിവൺ? When a light reflected from a smooth surface, angle of incidence and angle of reflection are equal. I equal to R എന്ന് എഴുതി വെക്കാനായിട്ട്. അതാണ് ഫസ്റ്റ് ലോ. എഴുതി കഴിഞ്ഞാൽ മിസ്സിനോട് പറയണം. നിങ്ങൾക്ക് കുറച്ച് ഉഷാറ് കുറവുണ്ട് കേട്ടോ. മിസ്സിന് കുറെ ബാച്ചസ് ഇങ്ങനെ വന്നു പോവാറുണ്ട് ഇങ്ങനത്തെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് ഉഷാറ് കുറവാണ്. ആ ചീത്ത പേര് നമുക്ക് മാറ്റണ്ടേ? വേണ്ടേ? എന്താണ് അഫ്ന? മിന്നു ചിരിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻമി എഴുതി എന്ന് പറയുന്നുണ്ട്. ഗുഡ്. ശരി. അപ്പോ ഫസ്റ്റില് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ് അപ്പ് കാണിച്ചു. മിസ് എത്ര ഓർക്കേസ് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഒരു റിയാക്ഷൻ തരാതിരിക്കല്ലേ. നല്ല മക്കളല്ലേ. എല്ലാവരും ഒരു തംസ് അപ്പ് കാണിച്ച് സ്ക്രീനിലേക്ക്. അല്ലെങ്കിൽ മിസ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. കുറെ പേര് കാണിക്കുന്നുണ്ട്. ജാനകി ക്യാമറ ഓഫ് ചെയ്താലും എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്. മിസ് കഷ്ടപ്പെടാണ്ടായിരിക്കും മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ ഫൈൻ. സെക്കൻഡ് ലോ പറയാൻ മിസ്സിന് ഒരു കഥ പറയാനുണ്ട്. കഥയല്ല, കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് പെന്ന് താഴെ വെച്ച് എല്ലാവരും എന്നിട്ട് മിസ്സിനെ നോക്കൂ. പെന്ന് താഴെ വെച്ചു. നിങ്ങളുടെ ബുക്കിന്റെ പേജ് കണ്ട? നിങ്ങളുടെ ബുക്കിന്റെ പേജ് നോക്കൂ. അതിനെ മിസ്സിന് ഒരു പ്ലെയിൻ എന്ന് വിളിക്കാൻ പറ്റും. ഒരു പ്ലെയിൻ സർഫസ് ആണ്. 2 ഡയമെൻഷനിലാണെന്നൊക്കെ പറയും. ഒന്നും മനസ്സിലായിണ്ടാവില്ല, മിസ് പറഞ്ഞുതരാം. നിങ്ങള് ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാല് ലെറ്റേഴ്സ് എല്ലാം ആ പേപ്പറിന്റെ സർഫസിൽ മാത്രമല്ലേ ഉണ്ടാവും. ഒന്ന് ചെരിച്ചു നോക്കിയാ ABCDയുടെ A പുറത്തേക്ക്, B പുറത്തേക്ക്, C പുറത്തേക്ക് കാണും. ആ സർഫസിൽ തന്നെയായിരിക്കും. കറക്റ്റ്? യെസ് ഓർ നോ? തംസ് അപ്പ്. മനസ്സിലായാൽ തംസ് അപ്പ്. പറഞ്ഞത് വരെ മനസ്സിലായാൽ തംസ് അപ്പ് കാണിക്കും. അതെ, അതേ പ്ലെയിനിലായിരിക്കും. വെരി ഗുഡ് ജാനകി, വെരി ഗുഡ് ആൻമി. ഈ സർഫസിൽ തന്നെയായിരിക്കും നമ്മുടെ ലെറ്റേഴ്സ്.
സോ ഈ പേപ്പറിന്റെ സർഫസ് പോലത്തെ സർഫസിനെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിനെ വിളിക്കുന്നതാണ് ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? പ്ലെയിൻ. ഓക്കെ, 3 പേരുടെ കഥയാ മിസ് പറയാൻ പോകുന്നത്. നമ്മൾ 3 പേരെ പരിചയപ്പെട്ടു. ഇതാരാ? ഇൻസിഡന്റ് റേ അല്ലേ? അല്ലേ ജോസ്ലിൻ? ആൻഡ് ഈ തിരിച്ചു പോയ ആളാരാ? റിഫ്ലക്റ്റഡ് റേ. ഇതിന്റെ നടുവില് നമ്മൾ വരയ്ക്കുന്ന ഒരു 90 ഡിഗ്രി ലൈനിന്റെ പേരെന്താ? നോർമൽ. ഇവര് 3 പേരും ഭയങ്കര ഫ്രണ്ട്സാ. ഇവര് 3 പേരും എപ്പോഴും ഒരേ പ്ലെയിനിൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു പേപ്പറിൽ ഒട്ടിയിരിക്കുന്ന പോലെ. ക്ലിയർ ആണോ? ആരൊക്കെയാ? ഇൻസിഡന്റ് റേ, reflected ray and the normal lies in the same plane. For example, ഒന്ന് മിസ്സിന്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ച എല്ലാവരും, എഴുതല്ലേ, ശ്രദ്ധിക്കണേ. മിസ് വരാട്ടെ. ആൻമി ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് വരാം. ആൻമി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസിഡന്റ് റേ ഇങ്ങനെ വന്നു വീണു എന്ന് വിചാരിക്കുക. നോക്കിയേ, മിസ്സിന്റെ കൈ കൂടി ഇങ്ങനെ വന്നു വിചാരിക്കുക. റിഫ്ലക്ട് നോർമൽ അപ്പൊ എങ്ങനെ ഇരിക്കും? ഇവിടെ തന്നെ ഇരിക്കും. റിഫ്ലക്റ്റഡ് റേ ഇതേ പ്ലെയിനിൽ കൂടെ പോകും. മനസ്സിലായോ? ചെരിച്ചു നോക്കിയാ പ്രൊജക്ഷൻ ഒന്നും കാണില്ല. അല്ലാതെ ഇൻസിഡന്റ് റേ ഇങ്ങനെ വന്നു, റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ പോവോ? ഇങ്ങനെ പോവോ? ഇല്ല. ഈ ഒരു പ്ലെയിനിൽ നിന്ന് ഒരു മോചനമില്ല. ഇവര് 3 പേരും ഒന്നിച്ചേ കിടക്കൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? മിസ് ഒരു ലൈറ്റിനെ ടോർച്ച് ചെയ്ത് ഇങ്ങനെ വീഴ്ചു എന്ന് വിചാരിക്കും. ചെരിച്ചിട്ട് ഈ ഒരു പേപ്പറിൽ കൂടെ വീഴ്ചാല് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഒരു പേപ്പറിൽ കൂടെ വീഴ്ചാല് നോർമൽ ഇവിടെ തന്നെ ആയിരിക്കും, റിഫ്ലക്റ്റഡ് റേ അതേ പേപ്പറിൽ കൂടെ തന്നെ പോകും. അല്ലാതെ ഇൻസിഡന്റ് റേ ഇങ്ങനെ വന്നാൽ റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ പോവോ? പ്രൊജക്ട് ചെയ്യോ പുറത്തേക്ക്? ഇല്ല. ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. മിസ് ഒരു ഫിഗർ വെച്ച് കാണിച്ചു തരുമ്പോ കുറച്ചുകൂടെ മനസ്സിലാവും. നോക്കിയേ, ഇവര് 3 പേര് ഒരേ പ്ലെയിനിൽ കിടക്കണ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. ചെരിച്ചു നോക്കിയാല് ഇൻസിഡന്റ് റേ ഇങ്ങോട്ട്, റിഫ്ലക്റ്റഡ് റേ ഇങ്ങോട്ട്, നോർമൽ ഇങ്ങോട്ട്, അങ്ങനെയാണ് നിൽക്കും. അല്ല, എല്ലാരും ഒരേ പ്ലെയിൻ, ഈ സർഫസിൽ മാത്രം. കിട്ടിയോ? എവരിവൺ ഗോട്ട് ഇറ്റ്? ഇനി ഒന്ന് സെന്റൻസ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഒന്ന് വായിച്ചു നോക്കൂ. ദ ഇൻസിഡന്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ടു ദി സർഫസ് ആർ ഇൻ ദി സെയിം പ്ലെയിൻ. കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? എൻമി ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കട്ടെ? ആൻമി, ഹായ് ആൻമി. ചോദിച്ചോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ ഡൗട്ട്? ഹാൻഡ് റൈസ് ചെയ്തോണ്ട് വിളിച്ചതാണ് കേട്ടോ. ഓക്കെ. എനിവൺ ഹാവ് എനി ഡൗട്ട്? അഷിക, ഫാത്തിമ, ജാനകി, മുഹമ്മദ്, നൈഫ്. നൈഫ് ക്യാമറ ഓഫ് ആക്കി പോയാ? നൈഫേ ക്യാമറ ഓൺ ചെയ്തേ. നോ, ഇതൊരു ശല്യം ആയല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടാ. ക്ലാസ്സിൽ ഇരിക്കുമ്പോ അങ്ങനെ ഇരുന്നാലും എനിക്ക് മിസ്സിന് നിങ്ങളുടെ എക്സ്പ്രഷൻ കാണും, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ കാണും. അതിന് വേണ്ടിയിട്ടാ. ആരൺ, ക്ലിയർ ആണോ മിസ് പറഞ്ഞത്? ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലി ഭയങ്കര തിക് ഫ്രണ്ട്സ്. അവരെപ്പോഴും ഒറ്റേ പ്ലെയിനില്, പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ. മോനെ എവിടെയാണോ ഇൻസിഡന്റ് റേ വീഴ്ചത് അതേ പ്ലെയിനിൽ കൂടെ റിഫ്ലക്റ്റഡ് റേ തിരിച്ചു പോകും. നോർമൽ അവിടെ തന്നെ ആയിരിക്കും. ഇമാജിൻ ചെയ്യണം. ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ടു ദി സർഫസ് ആർ ഇൻ ദി സെയിം പ്ലെയിൻ. കിട്ടിയോ? ഓക്കെ. അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നറിയോ? ലൈറ്റ് എങ്ങനെ നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാം, കുറെ ടേംസ് റിലേറ്റഡ് ടു റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് ലൈറ്റ് ഒരു സർഫസിൽ തട്ടി തിരിച്ചു പോകുന്നതാണ്. അപ്പൊ ഇൻസിഡന്റ് റേ എന്താന്ന് പഠിച്ചു അല്ലെ ആയിഷ? റിഫ്ലക്റ്റഡ് റേ പഠിച്ചു, നോർമൽ പഠിച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പഠിച്ചു, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. 2 ലോ ഉണ്ട്, 2 ലോയും ക്ലിയർ ആയിട്ട് പഠിച്ചു അല്ലെ ആയിഷ? ആയിഷ ഡയാന ക്ലിയർ? അഷികേനെയാണ് ഞാൻ ഇത്ര നേരമായിട്ട് ആയിഷ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അഷിക മനസ്സിലാക്കണം, ടീച്ചർ ആയിഷ എന്ന് വിളിച്ചാ ഓക്കെ എന്നെയാ വിളിക്കുന്നത്, കണ്ണു കാണായിട്ടല്ല കേട്ടോ.
മിസ് ഇത് കൂടെ കൂടെ പറയുമ്പോ എന്തോ ഒരു ഡൗട്ട് എന്ന് തോന്നുന്നല്ലേ നിങ്ങൾക്ക്? ഈ മിസ്സിന് ഇനി ശരിക്കും കണ്ണ് കണ്ടൂടെ? മിസ്സിന് കണ്ണ് കാണുന്നുണ്ടടാ, പേര് കുഞ്ഞായിട്ടാ കാണുന്നത്, അതുകൊണ്ടാ. നിങ്ങളെ മാത്രം വലുതായിട്ട് കാണുന്നത് കേട്ടോ. ശരി, ഇനി മിസ് 2 വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. ഉത്തരങ്ങൾ നിങ്ങൾ പറയണം, പറഞ്ഞില്ലെങ്കിൽ മിസ് ശരിയാക്കും. വെരി ഈസി ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി 30 ഡിഗ്രി എന്ന് തന്നാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ എത്രയായിരിക്കും? ആരാ പറയാൻ പോകുന്നേ? ആർക്കാ ഉത്തരം പറയട്ടെ? അഷികേനെന്ന് വിളിച്ചേ സർ. ഹായ് അഷിക. ബാക്കിയുള്ളൊരു ചാറ്റ് ബോക്സിൽ ഇട്ടോ. വെരി ഗുഡ് അഫ്ന. വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവരുടെയും ഉത്തരം ചാറ്റ് ബോക്സിൽ വരണം. വെരി ഗുഡ് മുഹമ്മദ്. വേഗം വേഗം എല്ലാവരും ചാറ്റിലിടൂ. ആരും ചാറ്റിലിടൂ. ജോസ്ലിൻ വെരി ഗുഡ്. അഷിക കുട്ടി ഒന്ന് പറഞ്ഞേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ എത്രയായിരിക്കും? സിജോൺ വെരി ഗുഡ്. സിജോൺ വെരി ഗുഡ്. മിനു, അഷിക എടാ പറയടാ, മടിക്കാതെ പറയൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി 30 ഡിഗ്രി തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അതെ, ASHIK അല്ലേ? അൺമ്യൂട്ടഡ് ആണ്. ഹായ് അഷിക. എടാ പറ, ട്രൈ ചെയ്യൂ. തെറ്റാണെങ്കിൽ തെറ്റട്ടെ. ഫസ്റ്റ് ലോ എന്താ പറയുന്നേ? എന്ത് ഈക്വൽ ആവുന്ന പറയുന്നേ? അഷിക പറയൂ. ഓ വെരി ഗുഡ് മുഹമ്മദ്. I 30 ഡിഗ്രി ആണെങ്കിൽ ആറും 30 ഡിഗ്രി അല്ലേ? ബിക്കോസ് I ഈക്വൽ ടു R അല്ലേ കുട്ടാ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച്, ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് I ഈക്വൽ ടു R ആണ് അല്ലേ? അപ്പൊ 45 ഡിഗ്രി ആണെങ്കിൽ R എത്രയായിരിക്കും? പറ അഷിക, ധൈര്യമായിട്ട് പറ. എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? 45 ഡിഗ്രി ആയിരിക്കും അഷിക കേട്ടോ. 60 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 60 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത് കേട്ടോ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആ. ശരി, എന്നാ നിങ്ങളെ ട്രിക്ക് ചെയ്യിപ്പിക്കാൻ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകും. ട്രിക്ക് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം, ഈ ആംഗിൾ ഈ ആംഗിൾ 25 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആയി പോയി അല്ലെ? ആരാ ഉത്തരം പറയാൻ പോകുന്നത്? ജാനകിക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തു നോക്കി. ബാക്കിയുള്ളൊരു ചാറ്റിൽ ഇട്ടോ കേട്ടോ. ട്രിക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇത് പറയും. ഹായ് ജാനകി, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറയടാ. 25 ആണ്. വെരി ഗുഡ്. 25 ഡിഗ്രി. ജാനകി മ്യൂട്ട് ചെയ്യല്ലേ. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. ജാനകി കേൾക്കുന്നില്ലേ? കേക്കാം. ഇത് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. മിസ് എവിടെ ആംഗിൾ മാർക്ക് ചെയ്തേക്കണം നോക്കണം കേട്ടോ. നോക്കിയാ, ഇത് 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് ഫിഗറിൽ. എല്ലാരും നോക്കി. അഫ്നെ കൂടി തെറ്റിക്കാൻ വരട്ടെ, സമയമായിട്ടില്ല. ഇത് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഏതാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? ജാനകി എനി ഐഡിയ? കേൾക്കുന്നില്ല? കിട്ടുന്നില്ല എന്ന് പറഞ്ഞോ? പറയടാ. കിട്ടുന്നില്ല. ആർക്കെയൊക്കെ എന്തെങ്കിലും ഐഡിയ ഇട്ടോ? ജോസ്ലിൻ തെറ്റിച്ചു, അഫ്ന തെറ്റിച്ചു. അഫ്ന വീണ്ടും തെറ്റിച്ചു. ആൻമി കറക്റ്റ് ആൻസർ. ഇല്ല, കുറെ പേര് തെറ്റിക്കുന്നുണ്ട് കേട്ടാ. എടാ, ഇവിടെ 30 ഡിഗ്രി എന്ന് കണ്ടാല് നമ്മുടെ സിജോൺ എന്ന് വിളിച്ചേ സർ. സിജോണെ, ആരൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണം കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നതിന്റെ ക്ഷീണാണോ നിനക്ക്? ഹായ് സിജോൺ പറഞ്ഞു 30 ഡിഗ്രി അല്ലെ? ചാടിക്കൊരു ഉത്തരം എഴുതി. ശ്വേത മിസ് പറഞ്ഞു I ഈക്വൽ ടു R ആണ്. ശരി, പക്ഷെ മിസ് എവിടെയാ 30 ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നതെന്ന് സിജോൺ എന്ന് പറഞ്ഞ ഏത് ആംഗിളാ മാർക്ക് ചെയ്തേക്കുന്നത്? ആംഗിൾ
ആ ഫുള്ള് പറയൂ BOD അല്ലേ? D. ആ അതാണ് മിസ് BOD ആണ് മിസ് 30 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തത്. അതാണോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? അല്ല. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എവിടെയാ മാർക്ക് ചെയ്യാ? റിഫ്ലക്റ്റഡ് റേക്കും നോർമലിന്റെ ഇടയിൽ അല്ലേ? ഇവിടെയാ മാർക്ക് ചെയ്യാ. ഇപ്പൊ മിസ് മാർക്ക് ചെയ്തത് BON. കറക്റ്റ്. അപ്പൊ എങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി 30 ഡിഗ്രി എന്ന് പറയും? തെറ്റല്ലേ? ഇവിടെ 30 ഡിഗ്രി ആണെങ്കിലല്ലേ ഇവിടെ 30 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഫസ്റ്റ് ലോ. ഓക്കെ, ഈ ഫിഗറിൽ അവിടെയാണോ മിസ് തന്നേക്കുന്നത് 30 ഡിഗ്രി? അല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരു ട്രിക്ക് ഉണ്ട്. നമുക്ക് ഈ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതും ഐയും ഈക്വൽ ആവും അല്ലെ? R എത്രയാന്ന് കണ്ടുപിടിക്കണം. R എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? മിസ് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞൊരു ക്ലൂ ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കാം. അഫ്ന കറക്റ്റ് ആൻസർ ആട്ടാ. ജോസ്ലിൻ, now it makes sense. 360 ലേക്കൊക്കെ പോണോ അഫ്നയുടെ ഉത്തരം കറക്റ്റാ. പക്ഷെ 360 ലേക്കൊന്നും പോണ്ട. മിസ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്ന 100 ഉത്തരം ഇട്ടോട്ടാ, തെറ്റിച്ചു വന്നിട്ടല്ല. ഫസ്റ്റ് പറഞ്ഞ ഉത്തരം ശരിയാ. എടാ ഒരു സർഫസിന് ഇങ്ങനെ വരയ്ക്കുന്ന വരയുടെ ഇവിടുത്തെ ആംഗിൾ എത്രയാ? നോർമലിന്റെയും സർഫസിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? വെരി ഗുഡ് ജോസ്ലിൻ. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് 90 ഡിഗ്രി അല്ലേ? ഇറ്റ് ഈസ് 90 ഡിഗ്രി അല്ലേ എവരിവൺ? സിജോൺ പോയാ മ്യൂട്ട് ചെയ്യല്ലേ? മോനെ കൊണ്ട് എനിക്ക് ഉത്തരം ശരിയായിട്ട് പറയിപ്പിക്കണം. സിജോണേ ഒന്ന് പറഞ്ഞേ. ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി അല്ലെ? ഒരു സർഫസിന് മിസ് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനിന്റെ പേരാണല്ലോ നോർമൽ. ഇതാണ് നോർമൽ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ. മോൻ എഗ്രി ചെയ്തോ മിസ്സിനോട്? എഗ്രി ചെയ്തില്ല സിജോൺ? ആ റെഡ് കളറിൽ മിസ് വരച്ച ആംഗിൾ 90 ഡിഗ്രി അല്ലേ? നമുക്ക് അറിയാലോ, ഒരു സർഫസിന് ഒരു ഇങ്ങനെ ഒരു വര ഇരുന്നാൽ അത് 90 ഡിഗ്രി ഒബ്വിയസ്ലി. അത് അവർ മാർക്ക് ചെയ്തില്ലെങ്കിലും നമുക്കറിയാം. ഇതിൽ തന്നെ ഇവിടെ വരെ 30 ഡിഗ്രി അല്ലേ? അത് മൊത്തം 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? മുഹമ്മദേ തെറ്റിച്ചു. ഇത് ഫുള്ള് 90 ഡിഗ്രി. ഓക്കെ, അതില് ഇവിടെ വരെ 30 ഡിഗ്രി ആടാ, 60 ഡിഗ്രി. കറക്റ്റ് അല്ലേ? അത് ഫുള്ള് 90 ഡിഗ്രി. അതില് ഇത്തിരി പോർഷൻ 30 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി എത്രയാ? 90 മൈനസ് 30 60 ഡിഗ്രി അല്ലേ? R 60 ഡിഗ്രി അല്ലേ സിജോണെ? R 60 ഡിഗ്രി ആണെങ്കിൽ I എത്ര ഡിഗ്രിയാ? 16 ഡിഗ്രി. കിട്ടിയാ നിങ്ങൾക്ക്? അപ്പൊ ഫിഗറിൽ 30 ഡിഗ്രി കണ്ട ഉടൻ തന്നെ 30 ഡിഗ്രി ഉത്തരം എഴുതാൻ പാടുവോ എവരിവൺ? പാടില്ല. മനസ്സിലായോ? ചിന്തിക്കേണ്ട രീതി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും ഇൻസിഡന്റ് റേഡിയൻ നോർമലിന്റെ ഇടയിലും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എപ്പോഴും റിഫ്ലക്റ്റഡ് റേഡിയൻ നോർമലിന്റെ ഇടയിലാന്ന് വേണം പറയാൻ. അല്ലാതെ എക്സാമിന് നമ്മളെ തെറ്റിക്കാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു 30 ഡിഗ്രി ഇവിടെ കൊണ്ടുപോയിട്ട് ആംഗിൾ ഒക്കെ മാർക്ക് ചെയ്ത് തന്നാൽ നിങ്ങൾ ഉടൻ തന്നെ മനസ്സിലാക്കണം തെറ്റിക്കാൻ വേണ്ടി തന്ന ഇവിടെയും വന്നാലാണ് ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആവുള്ളൂ. മനസ്സിലായോ? ജാനകിക്ക് മനസ്സിലായോ? നൈഫിന് മനസ്സിലായോ? ഫാത്തിമ, ഫിത്ത, മിനു ക്ലിയർ? ഇനി ആർക്കും നിങ്ങളെ തെറ്റിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ? ആരൻ ഓക്കെ അല്ലേ? അഫ്ന 360 ഡിഗ്രിക്ക് ഒന്നും പോണ്ട. ഒരു സർഫസിന് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനാണ് നോർമൽ എന്ന് മാത്രം ഓർത്താൽ മതി കേട്ടോ. ശരി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ട്രിക്കി ക്വസ്റ്റിനോട് കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. ശ്രദ്ധിച്ചോ? എന്റെ ഫിഗർ ശ്രദ്ധിച്ചോ? തെറ്റിക്കാനുള്ള എല്ലാ ക്വസ്റ്റിനും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. ടൈം AOBNCD. ഇതിലേത് ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആരാ പറയാൻ പോകുന്നേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏത് ആംഗിൾ? ആംഗിളിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. വേഗം ഫിഗർ ശ്രദ്ധിക്കുക, അതിന്റെ ഉത്തരം പറയാം. അഫ്ന പറയുന്നുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസോ?
എല്ലാരും തെറ്റിക്കുന്നുണ്ട്. വീണ്ടും തെറ്റിക്കാൻ തുടങ്ങി. ശ്രദ്ധ കുറവ്. ജോസ്ലിൻ ശ്രദ്ധ കുറവ്. എല്ലാവർക്കും ശ്രദ്ധ കുറവ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാരും തെറ്റിച്ചു. ഒരാളെ വിളിച്ചേ സാർ. ആരെ വിളിക്കണം? ജോസ്ലിനെ. തെറ്റിച്ചു എല്ലാരും തെറ്റിച്ചു. ജോസ്ലിൻ, ഇതിലേതാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? പറഞ്ഞോ. തെറ്റിയാലും നമ്മൾ തെറ്റിന്ന് പഠിക്കും. അന്വി തെറ്റി, സിജാൻ തെറ്റി, എല്ലാരും തെറ്റിച്ചു. ഫിഗർ ശ്രദ്ധിച്ചു നോക്കിയേ. ഓക്കെ, ഇപ്പൊ ഞാൻ ജോസ്ലിന് പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും കേൾക്കാം. ജോസ്ലിൻ, ഇതിൽ ഏതാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എവിടെയാ മിസ് മാർക്ക് ചെയ്യണ്ടേ? NOB. എന്തുകൊണ്ട്? നേരത്തെ ചാറ്റിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. യെസ്, മക്കൾ എല്ലാരും ഫിഗറിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. ആരോ മാർക്ക് എങ്ങോട്ടാ? ലൈറ്റ് എവിടുന്ന് എങ്ങോട്ടാ വന്നേ? ഇത്തവണ ലൈറ്റ് എവിടുന്ന് എങ്ങോട്ടാ വന്നേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇവിടെ തട്ടി ലൈറ്റ് അങ്ങോട്ട് പോയി. ഇത്തവണ ഇതാണ് ഇൻസിഡന്റ് റേ. കറക്റ്റ് അല്ലേടാ? മനസ്സിലായോ എല്ലാവർക്കും? ആരോ മാർക്ക് എത്രക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? ആരോൺ, ഇതല്ലേ റിഫ്ലെക്റ്റഡ് റേ? തട്ടി തിരിച്ചു പോയ റേ അല്ലേ റിഫ്ലെക്റ്റഡ് റേ? ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എല്ലാരും ഒന്ന് പറഞ്ഞേ, ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ചാറ്റിൽ ഇട്ടോ. തെറ്റിച്ചവരെല്ലാം ചാറ്റിൽ ശരി ഉത്തരം ഇട്ടോ വേഗം. വെരി ഗുഡ് മുഹമ്മദ്. ഇപ്പൊ മനസ്സിലായോ? വെരി ഗുഡ് ജാനകി. BON. ആരോ മാർക്ക് നോക്കണം. ലൈറ്റ് മിസ് വരച്ചപ്പോഴൊക്കെ ഇങ്ങോട്ടായിരുന്നല്ലോ. അപ്പൊ ഈസി ആയിട്ട് മനസ്സിൽ അങ്ങനെ ഒരു ഫിഗർ പതിഞ്ഞൂടാ. അതുകൊണ്ടാ മിസ് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ലൈറ്റ് വരാം. നിങ്ങൾ തീരുമാനിക്കുന്ന ഈ ഡയറക്ഷനിൽ മാത്രമാണ് ലൈറ്റ് വരിക, അല്ല ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വരാം. അപ്പോ ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഫിഗറിൽ ആരോ മാർക്ക് അവരെ എങ്ങോട്ടാ തന്നേന്ന് നോക്കണം. എപ്പോഴും ലൈറ്റ് ഇങ്ങനെ പോവാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവാന്ന് വിചാരിക്കരുത്. ഓക്കെ, ആരോ മാർക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ ഇങ്ങോട്ടാ വന്നത്, അങ്ങോട്ടാ പോയത്. സോ ദിസ് ഇസ് ഇൻസിഡന്റ് റേ, ദാറ്റ് ഇസ് റിഫ്ലെക്റ്റഡ് റേ. സോ ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ദിസ് ഇസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി തെറ്റിക്കില്ലല്ലോ. ഇനി ഒരു ഫിഗർ കിട്ടിയ ആംഗിൾ എവിടെയാ മാർക്ക് ചെയ്തേക്കുന്നത്, ആരോ മാർക്ക് എങ്ങോട്ട് ഇട്ടേക്കുന്നതെന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ക്ലിയർ എവരിവൺ? ഡൺ? തംസ് അപ്പ്? ഹാപ്പി? സോ ആംഗിൾ NOA റിഫ്ലെക്റ്റഡ് ആംഗിൾ ആണ്. ആംഗിൾ BON ആണ് ഇൻസിഡന്റ് ആംഗിൾ. വെരി ഗുഡ്. ഓക്കെ അഫ്ന. ഓക്കെ, 9 മണി ആയ സ്ഥിതിക്ക് മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക്, പിന്നെ മിസ്സിനൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും നിങ്ങളെ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം അൺമ്യൂട്ട് ചെയ്യാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും സ്ലോ ആയിരിക്കില്ല ശരിക്കുള്ള ക്ലാസ്. ഓ, താങ്ക് യു സോ മച്ച് മുഹമ്മദ്. അപ്പൊ ഇത്രയും സ്ലോ ആയിരിക്കില്ല നിങ്ങളുടെ ഒറിജിനൽ ക്ലാസ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് ലാഗ് ഇല്ലാതെ പോകാൻ പറ്റും. ഓക്കെ, നിങ്ങളും കുറച്ച് ഉഷാറായിട്ട് നിന്നാൽ മതി. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് റിയാക്ഷൻ ലേറ്റ് ആകുമ്പോൾ മിസ്സും കുറച്ച് സ്ലോ ആവും. അങ്ങനെ കുറച്ച് ലാഗ് ആയാലും അത് കാര്യമാക്കണ്ട. റിയൽ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയും. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് വേഗം ക്ലാസ് പോകും. ഓക്കെ, ജാനകി, മുഹമ്മദ്, മിനു, എവ്രിവൺ, താങ്ക് യു സോ മച്ച്. ആർക്കും ഒരു ഡൗട്ട് ഒന്നുമില്ലല്ലോ? താങ്ക് യു. ആൻമി, ഡൗട്ട് ഇല്ലല്ലോ? ഓൾ സെറ്റ് റൈറ്റ്? ആൻമി, ആരൺ, അഫ്ന, സിജോൺ, ആഷിക. പേര് പഠിക്കാനാണ് എനിക്കാണ് ഏറ്റവും കഷ്ടപ്പാട് ഇവിടെ. ജാനകി, ഫാത്തിമ ആൻഡ് നൈഫ്, എവ്രിവൺ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? മുഹമ്മദ് ഞാൻ വിളിക്കും, ഫസ്റ്റ് നെയിം വിളിക്കുന്ന കേട്ടോ, നൈഫെ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നോ ഡൗട്ട്. ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മിസ് പോവാട്ടോ. ശരി, താങ്ക് യു സോ മച്ച്.